തോന്നുന്നില്ല ഈ വ്ലോഗ് ഔട്ട് ആവുമെന്ന്. കാരണം ഇത്രയും വീഡിയോസ് എടുത്ത് എഡിറ്റ് ക്ഷമയൊന്നും ആൽബിനോസിനില്ല. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. നമുക്കിനി കല്യാണ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, കാണാം. വളരെ മോശം അഭിപ്രായമാണ്. തന്റെ മുടിക്ക് എന്താ പറ്റി? എന്തായാലും ഇവിടെ ഏകദേശം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കെട്ടിലേക്കുള്ള പോക്കുകളാണ്. അപ്പം അവിടെ ഇരിക്കുന്നത് ദേവിയുടെ ചേച്ചിയും ലില്ലിയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പം ചത്ത് നിൽക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് വിഷയ പരിചയങ്ങൾ. കല്യാണത്തിനെ പറ്റി 2 വാക്കുകൾ. കല്യാണം നമ്മളെ നല്ല രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ താലികെട്ടിന്റെ സമയമായി. അപ്പൊ താലികെട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. അപ്പം മുണ്ടെടുത്തിട്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാ മലയാളികൾക്കും എന്ത് തോന്നും അതേപോലെ തന്നെ എനിക്കും തോന്നണം. പ്രത്യേക തോന്നലൊന്നുമില്ല. ഗൈസ്, വ്ലോഗിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. എന്റെ അമ്മയെ കാണിച്ചു തരാം. ഗൈസ്, ആ ചിരി ആർട്ടിഫിഷ്യൽ ആണ്. ഒറിജിനൽ ഇങ്ങനെ അല്ല, കുറച്ചും കൂടെ ഭംഗിയുണ്ട്. അത് ക്യാമറ കണ്ടോണ്ടുള്ള ചിരിയാണ്. ഓക്കെ, എന്താ ഗൈസ്, ഇവിടെയും വ്ളോഗ്, ഇവിടെ നിങ്ങളൊന്ന് ഓർക്കണം, ഇതാണ് റുക്കൂസ് കോർണറിലെ മെയിൻ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നല്ല സദ്യയായിരുന്നു. മധുരം കൂടിപ്പോയി. ആൽബി ബ്ലോഗർ, ഇതാണ് അവരുടെ മോഡൽ. ഈ പറയാ ഒന്നുമില്ല. നമ്മളൊരു കിടിലം പെങ്കൊച്ചിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ കൊച്ചിന്റെ കൂടെ ക്യാറ്റ് വാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. സിയ പേരെന്താ? പേര് പറയൂ, ഇങ്ങനെ നാണിക്കരുത് കുട്ടി. പരമേശ്വർ കുറച്ച് കരയോ? കുറച്ചൊന്ന് കരയണം ചേച്ചി. പരമേശ്വർ കരയാനില്ല. ചേച്ചി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര ചൂടായുണ്ട്. ദാഹജലം കൊണ്ടുവന്ന അബുവിനോട് എന്താണ് അവന്റെ ഉദ്ദേശം ചോദിച്ചു നോക്കാം. എന്താണ് ഉദ്ദേശം? ചേച്ചി 2 പരമേശ്വർ കരയാറായി. അപ്പം എന്റെ മനസ്സ് താങ്ങിയില്ല. അവന് വാവിട്ട് കരയാതിരിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കും. വാവിട്ട് കരയാതിരിക്കാനാണ് വെള്ളം കൊണ്ടുവന്ന, വായിക്കാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ്. വെള്ളം അവൻ കുടിക്കുമല്ലേ എന്ന് നമുക്ക് നോക്കി തന്നെ അറിയാം. ഗൈസ്, ഫൈനലി അങ്ങനെ അണ്ണാക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അബുവിന്റെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. വാവിട്ട് അതിനുശേഷം അബു വാവിട്ട് കരയാതിരിക്കാൻ വേണ്ടി അവനും വാക്കകത്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കല്യാണം. ഫുഡ് നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമില്ലല്ലോ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവര് കോംബോ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഓക്കെ ഗായ്സ്, അപ്പോ ഇതാണ് എന്റെ കൂടെ നിൽക്കുന്ന ദേവി. ഓക്കെ, ഇതാണ് എന്റെ കൂടെ നിൽക്കുന്ന ആൽബിനോസ്. നമ്മുടെ പയ്യൻ ഇറങ്ങുകയാണ്. എന്റെ 3 ദിവസത്തെ ബംഗാളി ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇനി മലയാളി ജീവിതത്തിലൊരു കടക്കുകയാണ്. ജീവിതത്തിലേക്ക് പോവുകയാണ്. ടാറ്റ, ബൈ ബൈ ഗൈസ്. കാണാം. എനിക്ക് തോന്നുന്നില്ല ഈ വ്ലോഗ് ഔട്ട് ആവുമെന്ന്. കാരണം ഇത്രയും വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ആൽബിനോസിനില്ല. അതിനുള്ള കഴിവില്ല. നമ്മളെ പോലത്തെ കഴിവേറികളൊക്കെ അല്ലേ അത് പറയാം. ഇവള് കഴിവേറിയാണ്. എനിക്ക് വലിയ കഴിവൊന്നുമില്ല. ഞാൻ നോർമലായിട്ട് ഒരു മനുഷ്യനാണ്. സൂം ചെയ്ത് കണ്ണാണോ മൂക്കാണോ വായാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാനല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പ്ലീസ് വെറുതെ വിടും. എന്തുവാടാ സൂം ചെയ്യുന്നത്? നീ എന്തൊക്കെയാണ് കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. നല്ല ഡെക്കറേഷൻ ആയിരുന്നു. എന്റെ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് പറ. ഇറ്റ്സ് ഗുഡ്. ചേച്ചി പോയതിന് വിഷമം. എല്ലാവർക്കും ഒരു ചേച്ചി അനിയത്തെയും വേണം. ഇതുപോലെ കെട്ടിച്ച് വേണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എല്ലാരും ഇതൊന്ന് എക്സ്പീരിയൻസ്. Guys, this is Ruku's corner. Signing off. And this is my corner. എന്റെ കോർണർ തുടങ്ങിയിട്ടാ നോക്കിട്ട്
ഹലോ ഗൈസ്, സോ വി ആർ പോവാണ് വീട്ടില്. കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല ഭംഗിയായിട്ട് കല്യാണം കഴിഞ്ഞു. സോ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പാർലറിൽ കയറി ഐസ്ക്രീം കുടിക്കാം. ഐസ്ക്രീം ഓർ എനിത്തിങ്, സൈൻ ലബാൻ ഓർ സ്മൂച്ചോ ഓർ പെനി, എവറിത്തിങ് അഫോർഡബിൾ ബിക്കോസ് എന്റെ ആൽബിച്ചന് ജോലി ഉണ്ട്. നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം is not. Yeah. അപ്പുകുട്ടിക്ക് ജോലിയുണ്ട്. സോ ലെറ്റ്സ് ഗോ.